ഇന്നത്തെ സ്പെഷ്യൽ സുയിക്കാക്കാൻ്റെ ചിക്കൻ കറിയാണ് കേട്ടോ. സുയിക്കാക്ക വെക്കാന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ മക്കൾ സഹായിക്കാമെന്ന് വരും. എന്താ അവർ തന്നെ ഉള്ളി തൊലിക്കാൻ ഏൽപ്പിച്ച് വെച്ചിരിക്കുന്നു. ഉള്ളി തൊലിച്ച് കഴിഞ്ഞിട്ട് വയ്ക്കുക ഇനി എന്താന്ന്. സുയിക്കാക്ക ചിക്കൻ കൈ കൊണ്ട് നിൽക്കുകയാണ്. ഒരു ടാങ്ക് വെള്ളം വേണ്ടി വരും തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് തക്കാളി അല്ല ഉള്ളി കുനുകുനാന്ന് അരിഞ്ഞ് വെക്കുന്നുണ്ട്. ആ ഉള്ളി അരിഞ്ഞതിൻ്റെ പ്രസനാണ് ഈ കാണുന്നത്. രണ്ട് ഉള്ളി അരിഞ്ഞുള്ളൂ. പിന്നെ അത് ഹെൽപ്പർമാരിതാ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി എന്ന് പറഞ്ഞ പോലെ ഒക്കെ ചെയ്യുന്നുണ്ട്. എന്ത് പറ്റിയതാണെന്നറിയില്ല. ഇന്ന് ഞാൻ വെക്കാൻ കറിയെന്ന് പറഞ്ഞ് ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഞാനും എന്നാൽ സൈക്കാക്ക വെക്കുന്ന കറിയൊന്ന് വീഡിയോയിൽ പിടിക്കാൻ വിചാരിച്ച് ഞാനും ഫോൺ എടുത്ത് വന്നു കേട്ടോ. എന്താ ഓരോരുത്തർ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഗ്യാസുമ്മൽ വെച്ചാൽ മതിയെന്ന്. അപ്പോൾ അവർക്ക് ഗ്യാസുമ്മൽ വെക്കേണ്ട അടുപ്പത്ത് തന്നെ വെക്കണം. എന്നാൽ പിന്നെ എവിടെയെങ്കിലും വെക്കുമെന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് തിന്നാൽ മാത്രം വന്നാൽ മതി, വെക്കലും വിളമ്പലൊക്കെ ഞങ്ങളാണെന്ന്. ഓ ശരിയെന്ന് ഞാനും പറഞ്ഞു. എന്താ തക്കാളിയും ഉള്ളിയും മല്ലിപ്പൊടി മുളക് പൊടി എന്ന് പറഞ്ഞോണം ഹെൽപ്പർമാരെല്ലാം അടുപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ തക്കാളിയൊക്കെ ഒരു പൊറുക്കി തിന്നുന്നുമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എണ്ണ ചൂടായപ്പോൾ ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിക്കുകയാണ്. എണ്ണേൻ്റെ ഒഴിക്കലുണ്ട്. എണ്ണേൻ്റെ വില കൂടിയൊന്നും മൂപ്പരെ ബാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതിൻ്റെ ആ ഒഴിക്കലാണ് വയ്ക്കുന്നത്. എന്താണെങ്കിലും ഇവരെന്താ ചെയ്യുന്നത് നോക്കട്ടെ, എന്നോടൊന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയിരിക്കുകയാണ്. വെക്കാനറിയുമെന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ. അങ്ങനെ ഉള്ളിയും തക്കാളിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടീൻ്റെ അളവ് എത്ര എന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ തന്നെ അങ്ങോട്ട് വെച്ചോളിന്ന് ഞാനും പറഞ്ഞു. പിന്നെ അതാ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി ഓരോതാ ഹെൽപ്പർമാരിതാ ചെറിയോനടക്കം ഹെൽപ്പ് ചെയ്യാനുണ്ടേ. വാപ്പൊന്ന് അടുക്കളയിൽ കയറിയപ്പോഴത്തേനും മക്കൾ എഴുന്ന സഹായത്തിന് വന്നത്. ഞാനെന്തെങ്കിലും ഒന്ന് ചെയ്തു തടാന്ന് പറഞ്ഞാൽ ഒറ്റ എന്തിനാ പരിസരത്തേക്ക് ഞാൻ കാണലില്ലേ. തിന്നാറ് നേരം ടേബിളിൽ വന്നിരിക്കുക എന്നല്ലാണ്ട്. ഇതിപ്പോൾ ഇതാ ഓരോരുത്തരുടെ വക ഓരോ സ്പൂണ് മുളക് പൊടി. 4 ആളായത് നന്നായി, ഇല്ലെങ്കിൽ എരിഞ്ഞിട്ട് ഇവിടെ അവിടെ നിൽക്കലുണ്ടാവില്ലേന്. ഉപ്പൊക്കെ വാരിക്കോരി ഇരുന്നുണ്ട്. പഠിച്ചവനെ ഇത് കൂട്ടാൻ പറ്റിയാൽ മതിയേനു എന്ന് അന്നേരം ഞാൻ ചിന്തിച്ചേട്ടോ. മഞ്ഞപ്പൊടിയും ലാസ്റ്റ് ഈ വെതർന്ന ചിക്കൻ മസാല കേട്ടോ. ഒരു പാക്കറ്റ് അങ്ങനെ കേട്ടോ എനിക്കൊരു സംശയമുണ്ടേ. പിന്നെ ഇറച്ചി ഓരോന്നോരോന്നായിട്ട് ചേർത്ത് പെറുക്കിയിടുന്നുണ്ട്. ഇതെല്ലാം വരെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അടുക്കളേൻ്റെ കോല തേനു കേട്ടോ. ക്ലീനിങ് പിന്നെ എൻ്റെ പണിയാണ്. ഇത് അവസാനം ചിക്കൻ കറി റെഡി ആക്കിയേ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ചിക്കൻ അടിപൊളിയായിരുന്നു, ചിക്കൻ കറി അടിപൊളിയായിരുന്നു.